ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, 2023 മാത്സ് ലാബിന് ചോദിച്ച മാക്സിമം ആൻഡ് മിനിമം എന്ന് പറയുന്ന ലാബാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 2023 ഈ ലാബ് 29 ആയിരുന്നു, ലാബ് 29 ആയിരുന്നു. പിന്നെ തൊട്ട് 2024 തൊട്ട് ലാബ് 30 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്പർ ചേഞ്ച് ചെയ്യും, പക്ഷേ കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്. സോ പേരും കൂടെ പഠിക്കുക, ലാബിൻ്റെ പേരും കൂടെ പഠിക്കുക. മാക്സിമം ആൻഡ് മിനിമം ആണ്, അല്ല ചുമ്മാ നിങ്ങൾ ലാബ് 30, ലാബ് 29 രണ്ടാണോ ഒന്നാണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ പേരും കൂടെ പഠിക്കണം കേട്ടോ. മാക്സിമം മിനിമം എന്നാണ് നമ്മുടെ ലാബിൻ്റെ പേര്. സോ സാധാരണ പോലെ നമുക്ക് വായിച്ചു നോക്കിയിട്ട് ഓരോന്ന് ആൻസർ ചെയ്യാം. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. മക്കളെ, ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നിന്നുള്ള കണ്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. ഇനി അറിഞ്ഞില്ലെങ്കിലും സാധാരണ പോലെ ഞാൻ പറയുന്ന പോലെ ഞാൻ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ നിങ്ങളുടെ ഇഷ്ടം. സോ ഞാൻ ഈ ഫംഗ്ഷൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ നേരെ പേസ്റ്റ് ചെയ്യുന്നു. സോ പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ നടത്തണം. ഇവിടെ എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് ക്യൂബ് ആണ്. സോ എക്സ് റേസ് ടു 3 എന്നടിക്കണം. സോ നമ്മുടെ ഫംഗ്ഷൻ വന്നിരിക്കുവാണ്. വല്ലാത്തൊരു രീതിയിലൊരു ഫംഗ്ഷൻ വന്നിരിക്കുക അല്ലേ മക്കളെ? ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ വരച്ചു. എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ വരച്ചു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒബ്സർവ് ദ ഗ്രാഫ് നിരീക്ഷിച്ച ശേഷം ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ കണ്ടുപിടിക്കുക. അത് മാത്രമല്ല, ലോക്കൽ മാക്സിമം വാല്യൂസും ലോക്കൽ മിനിമം വാല്യൂസും കണ്ടുപിടിക്കുക. അപ്പം ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്താണെന്ന് നമുക്ക് നോക്കാം മക്കളെ. ഒരു ലൊക്കാലിറ്റിയിലെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ എന്നുള്ളതാണ് നമ്മുടെ മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എടാ മക്കളെ, അതെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഭാഗത്തല്ലേ ഏറ്റവും കുറവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ താഴ്ന്നു പോകുന്ന ഭാഗത്താണല്ലോ ചെറുത്, ഇത് കൂടി വരുന്ന ഭാഗം അല്ലേ. ഒരു മലയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗമായിരിക്കും നമ്മൾ പറയുന്ന ഏറ്റവും ഉയർന്ന ഭാഗം. അതേപോലെ ഒരു കുഴിയുടെ ഏറ്റവും താഴ്ന്ന ഭാഗമായിരിക്കും ഏറ്റവും ലോവസ്റ്റ് പാർട്ട് അല്ലേ. ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റും മക്കളെ, ഇതിൻ്റെ മാക്സിമം വാല്യൂ, ഈ ഒരു ലൊക്കാലിറ്റിയിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. മാക്സിമം വാല്യൂ അല്ല, ഈ മാക്സിമ എന്ന് പറയുന്ന പോയിന്റ് ഈ -1 എന്ന് പറയുന്നതിൻ്റെ നേരെ കിടക്കുന്നതാണ് നമ്മുടെ മാക്സിമം, ലോക്കൽ മാക്സിമം. സോ ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം -1 ആണ് ലോക്കൽ മാക്സിമ. ലോക്കൽ മിനിമ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്നിരിക്കുന്ന ഭാഗം, ഇതാണ് -3 ആണ് നമ്മുടെ ലോക്കൽ മിനിമ. അപ്പോൾ എന്താണ് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്? എന്താണ് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്? നമുക്ക് സിമ്പിളായിട്ട് ഡയറക്റ്റ് എഴുതി വയ്ക്കാം അല്ലേ. സോ ലോക്കൽ മാക്സിമ, ഫസ്റ്റത്തെ ആൻസർ ലോക്കൽ മാക്സിമ ചോദിച്ചിട്ടുണ്ട്. സോ ലോക്കൽ മാക്സിമ ഇസ് ഇക്വൽ ടു, ലോക്കൽ മാക്സിമം എത്രയാണ്? മാക്സിമം വാല്യൂ വരുന്നത് ഈ 1 ആണ്, -1ന്റെ നേരെയാണ്. സോ ലോക്കൽ മാക്സിമം -1. അതേപോലെ ലോക്കൽ മിനിമ ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത്, ഏറ്റവും ചെറിയ വാല്യൂ, ആ ഗ്രാഫിന്റെ ഏറ്റവും ചെറിയ പാർട്ട് അല്ലേ, ഏറ്റവും ലോവസ്റ്റ് പാർട്ട് ഇതാണ്. സോ -3. അപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിച്ചത് മനസ്സിലായല്ലോ മക്കളെ. ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് എക്സ് ഇസിക്കൽ ടു -1ഉം ലോക്കൽ മിനിമം എന്ന് പറയുന്നത് -3. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടി ലോക്കൽ മാക്സിമം എന്ന് പറയുമ്പോൾ എക്സ് ഇസിക്കൽ ടു എന്ന് എഴുതിക്കോ. എക്സ് ഇസിക്കൽ ടു -1, ലോക്കൽ മിനിമം എന്ന് പറയുമ്പോൾ എക്സ് ഇസിക്കൽ ടു -3, അങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ആ ലോക്കൽ മാക്സിമം വാല്യൂവും ലോക്കൽ മിനിമം വാല്യൂവും കണ്ടുപിടിക്കണം. എടാ മക്കളെ, ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ് ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞാൽ. മാക്സിമ എന്ന് പറയുന്നത് ആ മാക്സിമം പോയിന്റിനെ പറയുന്ന പേരാണ് ലോക്കൽ മാക്സിമ. സോ ഇതാണ് ലോക്കൽ മാക്സിമ നമുക്ക് പിടികിട്ടി, എന്താണ് -1. സോ അതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മക്കളെ, ഇതിൻ്റെ നേരെയുള്ള ഈ ഒരു വാല്യൂ, ഈ കുന്നിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗം, അതാണ് മാക്സിമം വാല്യൂ. സോ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ നേരെയുള്ള വൈ വാല്യൂ ആണ് നമ്മുടെ മാക്സിമം വാല്യൂ. സോ അത് കണ്ടുപിടിക്കുക. ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെയുള്ള ഈ ഒരു വാല്യൂ ആണ് ലോക്കൽ മിനിമം വാല്യൂ. ഗ്രാഫിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2ഉം ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 6ഉമാണ്. ഇവിടെ ചില ഗ്രാഫിൻ്റെ ഒക്കെ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ചില ഗ്രാഫിൻ്റെ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് വേറെ കാര്യം പറയാം, ഇതിങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ലോക്കൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ -1 അല്ലേ, ഈ -1 എടുത്തിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, -1 ഇല്ലടാ, ഈ -1 എടുത്തിട്ട് നേരെ നമ്മുടെ ഫംഗ്ഷൻ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഫംഗ്ഷൻ ഇതല്ലേ, ഫംഗ്ഷന് വരെ എഫ് ഓഫ് -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് -1 എൻ്റർ അടിക്കുമ്പോൾ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 6. ഗ്രാഫിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലേ, -1 നേരെ കിടക്കുന്ന വൈ വാല്യൂ, അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. ലോക്കൽ മാക്സിമം വാല്യൂ എത്രയാണ്? 6.
സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഈ -3 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. f(-3) എൻ്റർ കൊടുക്കുക. സോ വന്നു കഴിഞ്ഞാൽ എത്രയാടാ? 2 നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചില്ലേ? ഇത്രയുള്ള കാര്യം. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതിയാൽ മതി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നതാണ്. സോ നമുക്ക് എഴുതാം therefore ലോക്കൽ മാക്സിമം വാല്യൂ, ലോക്കൽ മാക്സിമയും ലോക്കൽ മാക്സിമം വാല്യൂം രണ്ടാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് ആ മാക്സിമം ഒക്കർ ചെയ്യുന്ന ആ പോയിന്റിനെയാണ് ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത്. ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു വാല്യൂ ആണ് ലോക്കൽ മാക്സിമം വാല്യൂ. രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഒന്നുകൂടെ പറയാം. ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് ആ മാക്സിമം ഏറ്റവും ഉയർന്ന ഭാഗം, മാക്സിമം കിട്ടുന്ന ആ പോയിന്റിനെയാണ് ലോക്കൽ മാക്സിമ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ആ ലോക്കൽ മാക്സിമം വാല്യൂ എത്ര അറിയണമെങ്കിൽ അതിൻ്റെ y വാല്യൂ ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ എക്സിന് പകരം നേരെ ഈ -1 ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കിട്ടി ലോക്കൽ മാക്സിമം വാല്യൂ ഇക്വൽ ടു എത്ര കിട്ടി നമുക്ക്? ഡയറക്റ്റ് ഗ്രാഫിൽ തന്നെ കണ്ടുപിടിക്കുക 6 ആണെന്ന്. സോ നമുക്ക് അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 6 ആണ്. സോ അത് കിട്ടി. അതേപോലെ ലോക്കൽ മിനിമം വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണ് അത്? 2 അല്ലേ? സോ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചു, അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? സെറ്റല്ലേടാ മക്കളെ? അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഡയറക്റ്റ് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ സിമ്പിളായിട്ടൊന്ന് എഴുതി വെച്ചേ. പെട്ടെന്ന് എഴുതിക്കേടാ. മനസ്സിലായ കുട്ടികൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ പെട്ടെന്ന് എഴുതിക്കേ. 21 ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പെട്ടെന്ന് എഴുതിക്കേടാ. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. ഇവിടെ സ്ക്വയർ, പിന്നെന്തായിരുന്നടാ ലാസ്റ്റ് എന്തോ ഒരു ക്യൂബും കൂടി ഇല്ലായിരുന്നു. ലാസ്റ്റ് x⁻3. സോ നമ്മുടെ ഗ്രാഫ് വന്നു കഴിഞ്ഞു. ഫംഗ്ഷൻ കറക്റ്റ് ആണോ ഒന്നുകൂടെ നോക്കട്ടെ. റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. 21 - 24x + 9x² - x³ ഓക്കെ, കറക്റ്റ് ആണ്. സോ എന്ത് ചെയ്യണം? മാക്സിമം വാല്യൂ മക്കളെ എടാ ഗ്രാഫിൽ നിന്ന് തന്നെ പറയാൻ പറ്റില്ലടാ. ഗ്രാഫിൽ നിന്ന് തന്നെ പറയാമല്ലോ നിങ്ങൾക്ക്. ഗ്രാഫിൽ നിന്ന് തന്നെ പറയാനേ ഉള്ളൂ. എങ്കിലും മനസ്സിലായ കുട്ടികൾ ഒന്ന് എഴുതി വെച്ചേടാ മക്കളെ. എത്രയാണ്? എടാ ഇവിടെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തതിൻ്റെ അത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അത് ഡിലീറ്റ് ചെയ്തു. ഞാനിവിടെ എഡിറ്റ് ചെയ്തപ്പോൾ വന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ അത് എഴുതി വെക്കില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതി വെക്കാം ലോക്കൽ മാക്സിമം എത്രയാടാ? ലോക്കൽ മാക്സിമം ആണ് ഏറ്റവും ഉയർന്ന ആ ഭാഗം. ലോക്കൽ മാക്സിമം വരുന്ന ഈ പോയിന്റ് അല്ലേ? യെസ്. എത്രയാടാ? 4. ലോക്കൽ മാക്സിമം 4ഉം ലോക്കൽ മിനിമം എത്രയാണ്? ലോക്കൽ മിനിമ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം, ഈ ഒരു പോയിന്റ് അല്ലേ? 2. അത് രണ്ടും കിട്ടിയല്ലോ. യെസ്. ഇനി എന്താ കണ്ടുപിടിക്കണം? ലോക്കൽ മാക്സിമം വാല്യൂ. ഇത് കണ്ടുപിടിക്കണം അല്ലേ? ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. എത്രയാടാ? 5. ലോക്കൽ മാക്സിമം വാല്യൂ equal to 5. ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ മിനിമം ഒക്യൂർ ചെയ്യുന്ന ഈ പോയിന്റ് എത്രയാടാ? 1. പക്ഷെ അത് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഗ്രാഫിൽ നിന്ന് എഴുതണമെന്നില്ല. ഡയറക്റ്റ് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂ എടുത്ത് നേരെ ഫംഗ്ഷൻ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? നമുക്ക് അതും കൂടെ ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. അപ്പം നമ്മൾ എഫ് ഓഫ് എത്രയാടാ? മാക്സിമം എന്ന് പറയുന്നത് 4 ആണ്. കണ്ടല്ലോടാ, മാക്സിമം എന്ന് പറയുന്ന പോയിന്റ് 4 ആണ്. സോ 4 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ. വന്നു കഴിഞ്ഞു 5. കണ്ടല്ലോ, നമ്മൾ ഗ്രാഫിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ മെയിൻ ആണല്ലോ, നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ ലോക്കൽ മിനിമം കണ്ടുപിടിക്കാനായിട്ട് f(2) കണ്ടുപിടിക്കുക. f(2) 1 വന്നു. സോ അത് ഗ്രാഫിൽ നിന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എളുപ്പമുള്ള കാര്യമാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയി അല്ലേടാ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത കൂടെ ചെയ്യാം. സോ നെക്സ്റ്റും കൂടെ മക്കളെ പെട്ടെന്ന് ചെയ്തേടാ എല്ലാവരും. ഈ 2 ക്വസ്റ്റ്യൻ മനസ്സിലായവർക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യണേ. മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം. സോ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. ഫംഗ്ഷൻ ഒന്നും എഡിറ്റ് ചെയ്യുവാണ്. ഓക്കെ, x³ പിന്നെ x². എൻ്റർ. സോ വന്നു കഴിഞ്ഞു മക്കളെ. പിടികിട്ടിയല്ലോ. എത്രടാ? ലോക്കൽ മാക്സിമം എന്ന് പറയണത് 3ഉം ലോക്കൽ മാക്സിമം വാല്യൂ എത്രയാടാ? 3. 2 3 തന്നെ അല്ലേ? ലോക്കൽ മിനിമം എന്ന് പറയണത് 1ഉം ലോക്കൽ മിനിമം വാല്യൂ എത്രയാണ്? -1. ഓക്കെ അല്ലേ?
ഓക്കെ, അത് ഞാൻ എഴുതേണ്ട കാര്യമുണ്ടോ? സമയം പോവാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് എത്രയുടെ 3. ലോക്കൽ മിനിമ എന്ന് പറയണത് ഈ ഒരു പോയിന്റ് ആണ്. എക്സാക്ച്വലി ഈ പോയിന്റ് എത്രയുടെ, അത് 1 ആണ് അല്ലേ? 1. ഓക്കെ, 1 അത് 2 കിട്ടി. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനേ ഉള്ളൂ. എത്രയുടെ, അത് 3 തന്നെയാണ്. വേണമെങ്കിൽ ഒന്ന് റീചെക്ക് ചെയ്യാം നമുക്ക്. അതുപോലെ ലോക്കൽ മിനിമം വാല്യൂ അത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ നേരെ കിടക്കുന്ന y വാല്യൂ എത്രടാ, അത് -1. നമുക്കൊന്നുകൂടെ റീചെക്ക് ചെയ്യാം. വെറുതെ എന്തിനാ നമ്മൾ റിസ്ക് എടുക്കണം അല്ലേ? ഉറപ്പിച്ചേക്കാം ഒന്നുകൂടെ. അപ്പൊ എത്രടാ, f(3) കണ്ടുപിടിക്കണം. f(3) ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ ഉറപ്പുള്ള കാര്യമാണ് 3 തന്നെ വരും. യെസ്, 3 തന്നെ വന്നു. അടുത്ത ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മിനിമയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. f(1) ഇട്ട് കൊടുക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഉറപ്പായിട്ട് -1 വന്നിരിക്കും. അത് നമ്മുടെ ഉറപ്പാണ്, നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്, ഫസ്റ്റത്തെ കഴിഞ്ഞിരിക്കുവാണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. വളരെ എളുപ്പം, ഫസ്റ്റത്തെ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ മക്കളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് എന്തായാലും ഈ ഗ്രാഫ് നേരെ ഈ ഒരു ഫംഗ്ഷൻ നേരെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളിവിടെ കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് എഡിറ്റ് ചെയ്യുന്നു മക്കളെ. ക്യൂബ്, ഓക്കെ, ഇവിടെ x² എൻ്റർ ചെയ്യുന്നു. അവർ പറഞ്ഞതുപോലെ ഗ്രാഫ് നമ്മൾ വരച്ചു. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f(x) നമ്മൾ വരച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡ്രോ ദി ഗ്രാഫ് ഓഫ് f'(x). ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഉടനെ നമുക്ക് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരച്ചേക്കാം. ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? നമ്മൾ ഒന്നും വേണ്ട, ഒരു കാര്യമില്ല, DER താഴത്തടിച്ചു കൊടുക്കുക. അപ്പോൾ ഫംഗ്ഷൻ വരും. സെലക്ട് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് എന്തിൻ്റെയാണ്? നമ്മുടെ പേരെന്താണ്? f ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് f എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. വന്നു കഴിഞ്ഞു. കണ്ടല്ലോ ഡെറിവേറ്റീവ് വന്നത്, കാണാമല്ലോ. ഈ കളർ ഒരു ഓറഞ്ച് കളർ മാറ്റി നമുക്ക് കുറച്ചൊരു ഡാർക്ക് റെഡോ വേറെ വല്ല ആക്കാം, കാണാൻ കുറച്ച് എളുപ്പമുള്ള. ഓക്കെ, റെഡ് കുറച്ചൊരു കാണാവുന്നതാണ് അല്ലേ? ഓക്കെ മക്കളെ, ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരച്ചു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ രീതി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോകുക. കാരണം നേരത്തെ മാക്സിമം മിനിമം എന്തായിരുന്നു? ഡയറക്റ്റ് നമുക്ക് പറയാമായിരുന്നു അല്ലേ? ഇവിടെ നമുക്ക് പറയാം മാക്സിമം ഇങ്ങനൊന്ന് മിനിമൈസ് എന്താ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഇതാണ് മാക്സിമം, ഇവിടെയാണ് മിനിമം. നമുക്കിങ്ങനെ കിട്ടും. കണ്ട, മിനിമം ഇതാണ്, മാക്സിമം ഇതാണ്, നമുക്ക് കിട്ടും. പക്ഷെ എന്താ, നേരത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഗ്രാഫ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലേ? ഈ ഒരു പോയിന്റിന്റെ നേരെയാണ് മാക്സിമം. പക്ഷെ കറക്റ്റ് ഒരു ഇൻഡിജർ വാല്യൂ അല്ല. കണ്ട, അതും അല്ലതേ മാക്സിമം വാല്യൂ നോക്കടാ. മാക്സിമം വാല്യൂ ഇതിന്റെ നേരെ നമുക്ക് പറയാൻ പറ്റുമോ? 23 സംതിങ് ആണല്ലേ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസിലൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് വെച്ച് കണ്ടുപിടിക്കാം. ഇത് എളുപ്പമാണ് കേട്ടോ. ഡെറിവേറ്റീവ് വെച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓരോരോ മെത്തേഡ് നമുക്ക് എന്തിനാണെന്ന് മനസ്സിലാക്കണം കേട്ടോ മക്കളെ. അപ്പൊ ഇവിടെ ഡെറിവേറ്റീവ് വെച്ച് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പോയിന്റ് കിട്ടണം. ഓക്കെ, ഇതിന്റെ മാക്സിമം വാല്യൂ ഈ പോയിന്റിലാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇന്റർസെക്റ്റിംഗ് ടൂൾ എടുക്കുക. ഇന്റർസെക്റ്റ്, എന്നിട്ട് നമ്മുടെ ഈ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് സെലക്ട് ചെയ്യുക, എക്സ് ആക്സിസ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് 2 പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ പോയിന്റ് ഒന്ന് നമുക്ക് ഷോ ചെയ്തേ. ഷോ ദ കോർഡിനേറ്റ്സ് കൊടുത്തേ മക്കളെ. ഷോ ദ കോർഡിനേറ്റ്സ്, നെയിം ആൻഡ് വാല്യൂ. ഇവിടെയും റൈറ്റ് ക്ലിക്ക് വെക്കുക, ഒബ്ജക്ട് പ്രോപ്പർട്ടീസ്, നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. സോ വന്നു കഴിഞ്ഞു മക്കളെ. കണ്ടോ, ഇതാണ് നമ്മുടെ എന്ത് മാക്സിമാണോ മിനിമാണോ? ഇത് നമുക്കത് അറിയാമല്ലോ. മാക്സിമാണ് നമുക്കറിയാം. നമ്മൾ സൂം ഔട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇതാണ് ഇതിന്റെ മാക്സിമം. സോ മാക്സിമം എത്രയാണ്? എയിലാണ് മാക്സിമം. അപ്പൊ മാക്സിമം കണ്ടല്ലോ മക്കളെ, എയിലാണ് മാക്സിമം. അപ്പൊ ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് 0. എത്രയാണ്? -0. ഒന്ന് കാണാൻ വേണ്ടി കൊണ്ട് മാറ്റുവാണേ. -0.75 ആണ് നമ്മുടെ ലോക്കൽ മാക്സിമം. ലോക്കൽ മിനിമം ഏതാണ്? ദേ നമ്മുടെ ബിയുടെ ഈ പോയിന്റ് ആണ്. ബിയുടെ പോയിന്റ് നോക്കി ലോക്കൽ മിനിമാണോ നോക്കിക്കേടാ. ഏറ്റവും താഴ്ന്ന വശമല്ലേ ഇത്? കണ്ടല്ലോ, നീല ഗ്രാഫ്, ഇതാണ് നമ്മുടെ താഴ്ന്ന വശം. സോ ലോക്കൽ മിനിമം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യം പിടികിട്ടി. എഴുതി വെച്ചാൽ പോരെ, അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മൾ വരച്ചു. എന്നിട്ട് ഫൈൻഡ് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പോയിന്റ് കണ്ടുപിടിക്കണം. പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ. അതിനുശേഷം ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എഴുതി വെക്കാം. എങ്ങനെ എഴുതാം മക്കളെ? ഡയറക്റ്റ് മറ്റേതുപോലെ തന്നെ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട്, ലോക്കൽ മാക്സിമ എന്ന് പറയണത് x ഈക്വൽ ടു എത്രയുടെ ലോക്കൽ മാക്സിമം? അത് ഇതാണ് അല്ലേ? x ഈക്വൽ ടു
-0.75 ആണ്. അതേപോലെ ലോക്കൽ മിനിമ ഇസ് ഈക്വൽ ടു പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ എന്ന് എഴുതിക്കോ കേട്ടോ, അല്ലെങ്കിൽ ലോക്കൽ മിനിമ എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? എത്രയാടാ? 2.97. ഓക്കെ, അത് രണ്ട് കിട്ടി. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണ്ടേ? ലോക്കൽ മാക്സിമം വാല്യൂ, അതേപോലെ ലോക്കൽ മിനിമം വാല്യൂ അല്ലേ? ലോക്കൽ മിനിമം വാല്യൂ എന്ത് ചെയ്യണം? നമ്മൾ നേരെ നമ്മുടെ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാനായിട്ട്. സോ അത് ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ മക്കളെ. സോ നമുക്കത് ഇട്ട് കൊടുക്കാം. സോ എന്ത് ചെയ്യാം? നമുക്കത് നേരെ എഫ് ഓഫ് എന്നിട്ട് കൊടുക്കാം. കാരണം കറക്റ്റ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പാടാം അല്ലേ? അപ്പോൾ എത്ര ഇടാം? ലോക്കൽ മാക്സിമം വാല്യൂ കൊണ്ടിരിക്കണമെങ്കിൽ -0.75 എഫിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് മൈനസ് നേരത്തെ ചെയ്ത അതേ മെത്തേഡ്, എഫ് ഓഫ് -0.75 അടിക്കുക, എൻ്റർ അടിക്കുക. സോ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് 23.11. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചോ പറഞ്ഞല്ലേ? നോക്കിയാൽ 23.11 ആണ് മാക്സിമം. ദേ നോക്കിയടാ, 22 കഴിഞ്ഞിട്ട് 23 കഴിഞ്ഞിട്ട് തൊട്ട് മുകളിൽ എന്തോ ആണ് കണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടി 23.11. കറക്റ്റ് പക്ക വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കണ്ടല്ലോ. യെസ്, അപ്പോൾ നമുക്ക് ചെയ്യാം. ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 23.11. അത് കിട്ടി. ഇനി ലോക്കൽ മിനിമം വാല്യൂ എത്രയായിരിക്കും? ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരെ എഫ് ഓഫ് എത്രയാടാ? ഈ 2.97 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. 2.97 എൻ്റർ അടിക്കുമ്പോൾ കറക്റ്റ് കിട്ടും. -41 -41 എന്ന് കിട്ടി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേടാ? കറക്റ്റ് ആണോ എന്ന് 2.97 അടിച്ചു കൊടുത്തു. എഫ് ഓഫ് 2.97 അല്ലേടാ? എന്തെങ്കിലും എറർ പറ്റിയോ? എഫ് ഓഫ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെയാണോ? എഫ് ഓഫ് 2.97. ഓ, പോയിന്റ് വന്നില്ല. സോറി മക്കളെ, പോയിന്റ് വന്നില്ല കേട്ടോ. അതാണ് 2.97. യെസ്, ഇപ്പോഴാണ് കറക്റ്റായ. പോയിന്റ് ഞാൻ നോക്കിയില്ലായിരുന്നു, പോയിന്റ് വന്നില്ല കേട്ടോ. അതുകൊണ്ടാണേ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എറർ വരുന്നത്. ഞാൻ 297 അടിച്ചു കൊടുത്തത്, അതുകൊണ്ടാണ്. എത്ര കിട്ടി? -54.01 ആണ് നമ്മുടെ ലോക്കൽ മിനിമം വാല്യൂ. ഓക്കെ അല്ലേ? യെസ്, അതും കറക്റ്റായി. ഓക്കെ അല്ല മക്കളെ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. രണ്ടാമത്തെ ഇതേപോലെ തന്നെ ചെയ്തേടാ. ചെയ്തേ. ഓക്കെ, രണ്ടാമത്തെ ചെയ്യാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേ ഫോർമാറ്റിൽ ഇതേ സംഭവം തന്നെയാണ് മക്കളെ. തന്നെ വീഡിയോ പോസ് ആക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോ. ഇതേ സാധനം തന്നെയാണ്. ഞാനിത് ഡിലീറ്റ് ആക്കുന്നു. ഇവിടെ ഫംഗ്ഷൻ അടിച്ചു കൊടുക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ എഡിറ്റ് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഗ്രാഫ് വന്നു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡെറിവേറ്റീവ് വരയ്ക്കണം. കാരണം കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നമുക്ക് മനസ്സിലായി അല്ലേ? കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? 18 പോയിന്റ് സംതിങ് ആണ് മാക്സിമം നമുക്ക് പിടികിട്ടി. 18 പോയിന്റ് സംതിങ് ആണ് മാക്സിമം എന്ന് പിടികിട്ടി. പക്ഷേ നമുക്ക് കറക്റ്റ് വാല്യൂ പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ഉപയോഗിക്കണം. അത് മാത്രമല്ല, ഇതിന്റെ നേരെ വരുന്ന ഈ ലോക്കൽ മാക്സിമം, ഇത് മാക്സിമം എന്ന് മനസ്സിലായി. പക്ഷേ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ്, സിമ്പിൾ പരിപാടി. ഡെറിവേറ്റീവ് DER എന്ന് അടിച്ചു കൊടുക്കുക. ഓ, മാറിപ്പോയല്ലോ. DER ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് സെലക്ട് ചെയ്യുക, ഫംഗ്ഷൻ എഫ് കൊടുക്കുക, എൻ്റർ അടിക്കുക. യെസ്, നമ്മുടെ ഗ്രാഫ് വന്നു കഴിഞ്ഞു. ഒരു വൃത്തികെട്ട കളറാണ് വന്നത്. സോ നല്ലൊരു കളർ കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ വേറെ റെഡ് തന്നെ കൊടുക്കുന്നു. കുറച്ചൊരു കാണാൻ ഭംഗിയുണ്ടല്ലോ. യെസ്, കിട്ടി മക്കളെ. ഇനി അത് ഇന്റർസെക്റ്റിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റർസെക്റ്റ് എടുക്കുക. നമുക്ക് ഈ പോയിന്റ് കിട്ടണമെങ്കിൽ ഇന്റർസെക്റ്റ് വേണം. സോ ഇതും നമ്മുടെ എക്സ് ആക്സിന് എവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇതുകൂടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റ് കിട്ടി. ആ പോയിന്റ് ഇത് കാണാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നെയിം മാറ്റി നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യാം. അതേപോലെ ഇവിടെയും ബിയുടെ പോയിന്റ് കാണാൻ വേണ്ടി നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യാം മക്കളെ. യെസ്, കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞു. കിട്ടിയല്ലോ. അപ്പൊ എത്രയാണ് മക്കളെ? ഇതാണ് നമ്മുടെ വാല്യൂ. എത്രയാടാ? -0.52 ആണ് നമ്മുടെ ലോക്കൽ മാക്സിമ. കണ്ടല്ലോടാ? ലോക്കൽ മാക്സിമ കിട്ടുന്നത് -0.52 ആണ്. ലോക്കൽ മിനിമ കിട്ടുന്നത് 3.85 ആണ്. അതാണ് ഇവിടെ ഏറ്റവും ലോക്കൽ മിനിമ. സൂം ഔട്ട് ചെയ്താൽ കാണാം. ഇതാണ് ലോക്കൽ മിനിമ കിട്ടുന്നത് ഈ പോയിന്റ് ആണ്. സോ ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ച് നമുക്ക് പറയാൻ ചോദിക്കുവാണെങ്കിൽ മക്കളെ,
വേറെ രീതിയിൽ കണ്ടുപിടിക്കാം, പക്ഷെ അത് ഇച്ചിരി കൂടെ എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് ഗ്രാഫിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറയണത്. സോ അത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, നോ പ്രോബ്ലം ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിച്ചാൽ മതി. സോ സെക്കൻഡിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ലോക്കൽ മാക്സിമം ഞാൻ മറ്റേത് പറഞ്ഞു തരാം. ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു ഈ പോയിന്റ് അല്ലേടാ, ഈ പോയിന്റ് അല്ലേ, അത് എത്രയാണ്? -0.52. അതുപോലെ ലോക്കൽ മിനിമ എക്സ് ഈക്വൽ ടു 3.85. അത് രണ്ടും കിട്ടി അല്ലേ. ഇതാണ് ലോക്കൽ മിനിമ. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആ വാല്യൂ ഇട്ട് കൊടുക്കുക അല്ലേ. ലോക്കൽ മാക്സിമം വാല്യൂ ഈക്വൽ ടു, അതേപോലെ ലോക്കൽ മിനിമം വാല്യൂ, അത് രണ്ടും കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? നമ്മൾ നേരെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. എത്രയാടാ ലോക്കൽ മാക്സിമം കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് മൈനസ് 0.52 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 0.52 എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അത് കറക്റ്റായിട്ട് എഴുതുക അല്ലേ, മാറിപ്പോവല്ലേ. അതുകൊണ്ട് നമ്മുടെ 18.25 ആണ് നമ്മുടെ മാക്സിമം വാല്യൂ. 18.25. ഞാൻ പറഞ്ഞില്ലേ 18ന് തൊട്ട് മുകളിലാണ്, കറക്റ്റ് പറയാൻ പറ്റത്തില്ല. കറക്റ്റ് കിട്ടിയുണ്ടല്ലോ. യെസ്. അടുത്തത് ലോക്കൽ മിനിമം എന്ന് പറയുന്നത് എഫ് ഓഫ് 3.85 അടിച്ചു കൊടുക്കുക. എഫ് ഓഫ് 3.85 കിട്ടിക്കഴിഞ്ഞു. യെസ്, കൊള്ളാം. -65 -65.29. രണ്ടും കിട്ടിയല്ലോ മക്കളെ. ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. പിന്നെ വേറെ രീതി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളെ, അത് വേറൊന്നുമല്ല, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചാണ്. വേറെ രീതി കണ്ടുപിടിക്കാമല്ലോ എന്ന് സാറ് ചോദിക്കുകയാണെങ്കിൽ പറയണം, സാറേ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ച് കണ്ടുപിടിക്കാം. ഞാൻ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിക്കോണം. ഡെറിവേറ്റീവ് ഇല്ലേടാ, ഡെറിവേറ്റീവ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുവാണെങ്കിൽ, ഓർത്ത് വെക്കണേ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുവാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ലോക്കൽ മാക്സിമ. ഓക്കെ. അതേപോലെ ഡെറിവേറ്റീവ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ, അതാണ് ലോക്കൽ മിനിമ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ, ചോദിക്കത്തൊന്നുമില്ല, ഏതെങ്കിലും ഒരു മെത്തേഡ് മതി. സാറ് ചോദിക്കുവാണെങ്കിൽ വേറെ ഏത് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാന്ന് പറയുന്നത് പറയണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അതിന്റെ പേര് ഓർത്തോണേ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ പറയാം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ ചോദിക്കുവാണെങ്കിൽ. അപ്പൊ എന്താണ്? ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരാണ് ലോക്കൽ മാക്സിമ. അതേപോലെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ഈ ലൈൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ് ലോക്കൽ മിനിമ. ഓക്കെ അല്ലേ? അത് വെച്ച് നമുക്ക് പറയാം. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ മക്കളെ. സോ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കിട്ടി. സോ തേർഡ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്ത് നോക്കിയടാ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ചെയ്യാമല്ലോ. എങ്കിലും അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടി ഞാനൊന്ന് ടൈപ്പ് ഇവിടെ എൻ്റർ ചെയ്യുവാണേ. സോ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുത്തു, പേസ്റ്റ് ചെയ്തു. ഇവിടെ 16x² അല്ലേ, 16x². ഇവിടെ x³ എൻ്റർ അടിച്ചു, ഗ്രാഫ് വന്നു. കറക്റ്റ് അല്ലേടാ? 4x³ നോക്കട്ടെ, 16x² -15x -18. ഓക്കെ, ഗ്രാഫ് വന്നു. സോ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫാണ് അല്ലേ. സോ ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. മാക്സിമം ഇവിടെയാണ് മാക്സിമം, കണ്ടല്ലോ. അപ്പൊ മാക്സിമം ഇതാണെന്ന് മനസ്സിലായി. ആ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വേണം. സോ ഡെറിവേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഡെറിവേറ്റീവ് വന്നു, എഫ് എന്ന് അടിച്ചു കൊടുക്കുക, എൻ്റർ. സോ ഇതാണ് നമ്മുടെ പോയിന്റ്. എന്ത് ചെയ്യണം മക്കളെ? ഇന്റർസെക്റ്റിംഗ് ടൂൾ എടുക്കുക മക്കളെ. ബാക്കിയൊക്കെ തന്നെ ചെയ്തോണേ. നമ്മുടെ പച്ച ഗ്രാഫാണ് ഡെറിവേറ്റീവ്, അത് സെലക്ട് ചെയ്തു, പിന്നെ എക്സ് ആക്സ് സെലക്ട് ചെയ്തു. സോ രണ്ട് വാല്യൂസ് വന്നു. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തു, എല്ലാം സെയിം ചെയ്തിട്ട് നമ്മൾ ഇമ്പോസ് എഴുതി പഠിക്കുന്ന പോലെ വീണ്ടും സെയിം സാധനം തന്നെ. വീണ്ടും ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, നെയിം ആൻഡ് വാല്യൂ എടുക്കുക. സോ ആ വാല്യൂ വന്നു. സോ നമുക്കറിയാമല്ലോ മാക്സിമം വാല്യൂ എത്രയാടാ? ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് -3.07. എഴുതി വെച്ചോണേ. നമുക്ക് ലാസ്റ്റ് എഴുതി വെക്കാം. ലോക്കൽ മാക്സിമ വേണേൽ ഒരുമിച്ച് എഴുതി വെക്കാം. ലോക്കൽ മാക്സിമ ഞാനിത് എഴുതുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ്. ചെയ്യുന്ന കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് എഴുതുന്നത് കേട്ടോ. ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് എന്താടാ? ലോക്കൽ മാക്സിമ ഈ പോയിന്റ് ആണ് അല്ലേടാ. ലോക്കൽ മാക്സിമ x = -3.07 ആണ്. മക്കൾ ഇവിടെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ നോക്കിയാലും മതി കേട്ടോ. അതേപോലെ ലോക്കൽ മിനിമ എന്ന് പറയുന്നത്
മക്കൾ എല്ലാവരും 3 എണ്ണം ചെയ്ത് നോക്കണം. എനിക്ക് സമയം ഉള്ളതുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങളും ചെയ്യണം ഈ 3 എണ്ണം കേട്ടോ. x = 0.41. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് 2 കഴിഞ്ഞു. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ലോക്കൽ മാക്സിമം വാല്യൂ ലോക്കൽ മിനിമം വാല്യൂ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? നേരെ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. എഫ് ഓഫ് -3.07 എൻ്റർ വന്നു കഴിഞ്ഞു. സോ എത്രടാ? 63.11 ആണ്. അടുത്തത് എഫ് ഓഫ് 0.41 അടിച്ചു, എൻ്റർ അടിച്ചു. സോ വന്നു കഴിഞ്ഞു -21.18 -21.18. 2 പോയിന്റ് കിട്ടി, 2 വാല്യൂ കിട്ടി. സോ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ ഇത് തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് തന്നെയല്ലേ? കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ്. യെസ്, കറക്റ്റാണ്. ഓക്കെ അല്ലടാ? യെസ്, ഓക്കെയാണ്. മക്കളെ ഇത്രയേ ഉള്ളൂ. സോ ഇതേപോലെ തന്നെ ബാക്കിയും ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് നമ്മൾ എയുടെയും ബിയുടെ ഒക്കെ എ പാർട്ടും ബി പാർട്ടും ആണ് കേട്ടോ. നമ്പർ ഇട്ടോണേ കറക്റ്റായിട്ട്. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കാനാണ്. ഇത്രയും പാടൊന്നുമില്ല, വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, അതെ ഇവിടെ കണ്ടല്ലോ -2,2 എന്ന് കൊടുത്തിട്ടുണ്ട്. -2,2 എന്നാണ് നമ്മുടെ ഇന്റർവെല്. സോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണത്? അത് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം മക്കളെ, അത് പഠിച്ചോണേ. ഇന്റർവെൽ എങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടത്? -2 < x < 2 എന്ന് വേണം ഇതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അടുത്ത -1 3 ആണെങ്കിലോ -1 < x < 3 എന്ന് വേണം ഇതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അടുത്ത ഇതാണെങ്കിലോ -2 < x < 2 എന്ന് വേണം ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. ഓർത്തോണം, അതിവിടെ എവിടെയും തന്നിട്ടില്ല, നമുക്ക് അറിയണം. ഓക്കെ അല്ലേ? ഇന്റർവെൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: -2 < x < 2. ഓക്കെ മക്കളെ, ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ശബ്ദം അടഞ്ഞിട്ടുണ്ടേ. ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ പനിയായിട്ട് ഞാൻ വീഡിയോ ഇടാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ കുറേ പേര് ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കും, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, സാറേ ഈ ഗ്രാഫി. അതുകൊണ്ടാണ് വയ്യെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നത് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ ശബ്ദം അടയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സഹിക്കുക കേട്ടോ. അപ്പോൾ മക്കളെ ഇത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഇതിവിടെ ഡിലീറ്റ് ചെയ്തു. x ക്യൂബ്. ഓക്കെ, എൻ്റർ അടിച്ചു. സോ കഴിഞ്ഞിട്ടില്ല മക്കളെ. ഇവിടെ എൻ്റർ അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു ഇന്റർവെൽ അടിച്ചു കൊടുക്കണം. ഇന്റർവെൽ എന്താണ്? -2 < x < 2. അത് അതേപോലെ ഇവിടെ കോമയിട്ട് എഴുതണം. ഇന്റർവെൽ അടിച്ചു കൊടുക്കുന്നതിന് മുമ്പ്, ഇത് എൻ്റർ അടിക്കുന്നതിന് മുമ്പ് കോമ ഇടുക. -2 < x < 2 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ അടിക്കുമ്പോൾ കറക്റ്റ് ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ നമ്മുടെ ഗ്രാഫ് നിൽക്കും. കണ്ടല്ലോടാ, ഇതാണ് നമ്മുടെ കറക്റ്റ് ഗ്രാഫ്. സോ എവിടെ തൊട്ട് എവിടെ വരെയാണ്? -2 തൊട്ട് 2 വരെ. കണ്ടല്ലോടാ, -2 തൊട്ട് 2 വരെ നമ്മൾ ടൈപ്പ് ചെയ്തനുസരിച്ച് -2 തൊട്ട് 2 വരെയാണ് നമ്മുടെ ഗ്രാഫ് നിൽക്കുന്നത്. ഓക്കെ, അത് കറക്റ്റായി. ഇനി ഇതിന്റെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കാനാണ് പറഞ്ഞ മക്കളെ, വേറൊന്നുമല്ല. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡെറിവേറ്റീവ് വരയ്ക്കണം. അപ്പോൾ ഡെറിവേറ്റീവ് വരച്ചേ. ഡെറിവേറ്റീവ് ഈക്വൽ ടു ഫംഗ്ഷൻ എഫ് അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. സോ ഈ ഒരു പോയിന്റ് കണ്ടല്ലോ മക്കളെ, ഈ എക്സ് ആക്സിന്റെ കട്ട് ചെയ്യണ ഈ പോയിന്റ്, അത് നമുക്ക് ആവശ്യമുണ്ട്. സോ ഇന്റർസെക്റ്റിംഗ് ടൂൾ എടുക്കുക, ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. സോ നമുക്ക് പോയിന്റ് വന്നു. സോ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തു, നെയിം ആൻഡ് വാല്യൂ അടിച്ചു കൊടുക്കുക. ഇവിടെയും നെയിം ആൻഡ് വാല്യൂ, യെസ് വന്നു കഴിഞ്ഞു. ഓക്കെ മക്കളെ, നെയിം ആൻഡ് വാല്യൂ അടിച്ചു കൊടുത്തു, വന്നു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ എൻഡ് പോയിന്റ് കണ്ടോ? എൻഡ് പോയിന്റ് ഏതൊക്കെയാണ്? നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോണെ, അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഓഫ്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ -2 തൊട്ട് 2 വരെ അല്ലേ? അപ്പോൾ നിങ്ങൾ എഫ് ഓഫ് -2 കണ്ടുപിടിക്കണം, എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം,
അതേപോലെ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇതൊക്കെ ഏതാണ്? എഫ് ഓഫ് -0.72, അതേപോലെ എഫ് ഓഫ് 1.39 കണ്ടുപിടിക്കണം. ഇത്രയും കണ്ടുപിടിക്കുക. ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? അതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? അതാണ് അബ്സല്യൂട്ട് മിനിമം. ഇത്രയുള്ള പരിപാടി വളരെ വളരെ എളുപ്പമാണ് മക്കളെ. സോ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് -2 അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എഫ് ഓഫ് -2 എൻ്റർ അടിച്ചു. വന്നു കഴിഞ്ഞു. എത്രയാടാ? -2. ഓക്കെ, എഫ് ഓഫ് -2. ഓക്കെ, അടുത്തത് എഫ് ഓഫ് 2. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 2 അത് കിട്ടി പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചോടെ മാറിപ്പോയില്ല, അതുകൊണ്ടാണ് എഫ് ഓഫ് 2 അത് കിട്ടി. എത്രയാണ്? 2. ഓക്കെ, അത് എത്രയാണ്? 2. ഓക്കെ, അത് 2 കിട്ടി. അടുത്ത എഫ് ഓഫ് -0.72. എഫ് ഓഫ് -0.72. ഓക്കെ, എൻ്റർ അടിച്ചു. 5.27 വന്നു. സോ അതിവിടെ എഴുതി വെക്കുക, 5.27. അടുത്തത് എഫ് ഓഫ് 1.39. എഫ് ഓഫ് 1.39 എൻ്റർ അടിച്ചു. സോ വന്നു കഴിഞ്ഞു മക്കളെ 0.58. മക്കളെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? ഏറ്റവും വലിയ വാല്യൂ ഏതാ? ഇതല്ലേ, ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം. ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? ഏറ്റവും ചെറിയ വാല്യൂ ഇതല്ലേ, -2 അല്ലേ, ഇതാണ് അബ്സല്യൂട്ട് മിനിമം. ഇത്രയുള്ള പരിപാടി. സോ നമുക്ക് എന്ത് എഴുതി വെക്കാം? അബ്സല്യൂട്ട് മാക്സിമ. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. സോ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈക്വൽ ടു അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈക്വൽ ടു എത്രയാടാ? 5.27 അല്ലേ? യെസ്. അതേപോലെ അബ്സല്യൂട്ട് മാക്സിമം മിനിമം വാല്യൂ ഈക്വൽ ടു എത്രയാടാ? -2. ഇത്രയുള്ള പരിപാടി. വളരെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മക്കളെ. ഇത്ര എളുപ്പ കാര്യം. കാരണം ഡെറിവേറ്റീവ് നമുക്ക് ഏതൊക്കെയാണെന്ന് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ മക്കളെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാണ്ട്, നമ്മുടെ ഈ ഡെറിവേറ്റീവിന്റെ ഈ 0 ആകുന്ന പോയിന്റ് ഇല്ലേ, ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയണം കേട്ടോ. എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്? എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്? എന്താണ് സാറ് വൈവ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ക്രിട്ടിക്കൽ പോയിന്റ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സാറേ ഈ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ ഒക്കെ ഒക്കർ ചെയ്യുന്ന, കാരണം ഈ ഒരു പോയിന്റിലേക്കും ചിലപ്പോൾ ലോക്കൽ മാക്സിമ, ഈ ഒരു പോയിന്റിലേക്ക് ചിലപ്പോൾ ലോക്കൽ മിനിമ ഉണ്ടാകുന്നത്. സോ കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ സാറേ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ്സുകളാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. അവിടെ ആയിരിക്കും ലോക്കൽ മാക്സിമം മിനിമം ഉണ്ടാകുന്നത് ആ പോയിന്റുകളിലായിരിക്കും. ഓർത്തോണേ, ഇത് പറഞ്ഞോണം കേട്ടോ. ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ് ഈ ഡെറിവേറ്റീവ് 0 ആകുന്ന ഈ പോയിന്റ് പറയുന്ന പേര്. സോ അതെന്ന് പറയണേ f' 0 ആകുന്ന പോയിന്റ് ആണ്. അവിടെയാണ് മാക്സിമം മിനിമം ഒക്കെ ഒക്കർ ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല മെത്തേഡ് ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചറിഞ്ഞ് വെക്കുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ മക്കളെ ഇതേപോലെ തന്നെ -1 x <3. ഓക്കെ, ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മക്കളെ മനസ്സിലായവർ തന്നെ അങ്ങ് ചെയ്തു നോക്കൂ. ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഇവിടേക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ കഴിഞ്ഞിട്ടില്ല, കോമ ഇടുക, നമ്മുടെ ഇന്റർവെൽ അടിച്ചു കൊടുക്കുക. എന്താടാ -1 അല്ലേ, -1 < x < 3 ആണെന്ന് തോന്നുന്നു അല്ലേ. 3 നോക്കട്ടെ. യെസ് 3 കണ്ടല്ലോ, പകുതി വെച്ച് കട്ടായി കിടക്കണം കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതിന്റെ കളർ ഞാൻ മാറ്റുവാണ്. കളർ ഒരു നീല കൊടുക്കാം. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? ഡെറിവേറ്റീവ് DER എന്ന് ടൈപ്പ് ചെയ്യുക, ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക, F സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. സോ ഗ്രാഫ് വന്നു കഴിഞ്ഞു. സോ ഇതിന് ഇന്റർസെക്റ്റിംഗ് ടൂൾ എടുക്കുക. ഈ നമ്മുടെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് സെലക്ട് ചെയ്യുക, നമ്മുടെ എക്സ് ആക്സ് സെലക്ട് ചെയ്യുക. സോ നമ്മുടെ പോയിന്റ് കിട്ടി, അതിനെ ഒന്ന് കാണിക്കുക. ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. അതേപോലെ ഇവിടെയും ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ 4 പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ 2 പോയിന്റും ഉണ്ട്. പിന്നെ നമ്മുടെ ആ ലിമിറ്റ് പോയിന്റ്, ഏതാ ലിമിറ്റ് പോയിന്റ്? -1 3 കണ്ടല്ലോ. ഈ പോയിന്റുകളിലൊക്കെ എവിടെയാണ് മാക്സിമം വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f of -1 കണ്ടുപിടിക്കണം. നമ്മുടെ ലിമിറ്റ് ആ പോയിന്റ് ഇന്റർവെല്ലിലെ അറ്റത്തെ 2 പോയിന്റ് ആണ്. f of -1 f of 3 നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് തുടക്കം മനസ്സിലായി. പിന്നെ വേണ്ട നമ്മുടെ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ്? f of -0.18 പിന്നെ ഈ പോയിന്റ് ഏതാണ്? f of 1.85. ഇവിടെ നോക്കിയാലും മതി കേട്ടോ.
ഇതിൽ എവിടെയാണ് മാക്സിമം വരുന്നത് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, നല്ല രസമുള്ള കാര്യമാണ്. എഫ് ഓഫ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് -1 അല്ലേ, എഫ് ഓഫ് -1 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എഫ് ഓഫ് -1 എൻ്റർ അടിക്കുക. അത് -1 തന്നെയാണ്. സോ എഫ് ഓഫ് -1 ആണ്. അതേപോലെ എഫ് ഓഫ് 3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് 3. സോ അത് 7 ആണ്, അത് 7. സോ അടുത്തത് എഫ് ഓഫ് -0.18 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലടാ, എഫ് ഓഫ് തെറ്റിയിട്ടുണ്ട്. എഫ് ഓഫ് -0.18. ഓക്കെ, എൻ്റർ അടിച്ചു. 4.19. അടുത്തത് എഫ് ഓഫ് 1.85. മക്കളെ എഫ് ഓഫ് 1.85 എന്ന് പറയണത് മക്കളെ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. യെസ്, എൻ്റർ അടിക്കുമ്പോൾ നമ്മുടെ വാല്യൂ കിട്ടി. -4.15 ആണ്. ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാടാ? ഇതാണോ ഏതാണ് ഏറ്റവും വലുത്? 7 അല്ലേ. സോ ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം. ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? -4 ആണോ -1 ആണോ ഏറ്റവും ചെറുത്? -4 അല്ലേടാ ഏറ്റവും ചെറുത്. സോ ഏറ്റവും ചെറുത് ഇതാണ്. സോ ഇതാണ് അബ്സല്യൂട്ട് മിനിമം. ഓക്കെ, ഇത് തന്നെ അല്ലേ? കറക്റ്റ് അല്ലേ? എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്ന് അറിയണം. സോ യെസ്, കറക്റ്റ്, പക്ക കറക്റ്റ് ആണ് മക്കളെ. ഇതങ്ങ് എഴുതി വെച്ചാൽ മതി. ഇത്രയുള്ള പരിപാടി മക്കളെ, സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ മക്കളെ. മൂന്നാമത്തത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, മൂന്നാമത്തെയും കൂടെ ചെയ്യാനുള്ള ഒരു ഇതിലല്ല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക മക്കളെ. കാര്യം പിടിയിട്ടല്ലോ മക്കളെ. നിങ്ങൾക്കായിട്ട് ഹോംവർക്കായിട്ട് തരുവാണ്, നിങ്ങൾക്കായിട്ടുള്ള വർക്കായിട്ട് തരുവാണ് മക്കളെ. ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക. എത്ര പേർക്ക് കറക്റ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. ഈ ലാസ്റ്റത്തെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. കറക്റ്റ് ആണെങ്കിൽ ഞാൻ കറക്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. കറക്റ്റ് ആണെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കമൻറ്റ്. ഓക്കെ, തെറ്റാണെങ്കിൽ ലൈക്ക് ചെയ്യത്തില്ല. കറക്റ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ, മാക്സിമം മിനിമം നിങ്ങൾ പറഞ്ഞ പോലെ കുറേ പേർക്ക് നാളെ എക്സാമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വയ്യെങ്കിലും ഞാൻ വന്ന് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്തായാലും നന്നായിട്ട് പോയിട്ട് മോഡൽ എക്സാം തകർക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. എൻ്റെ കൂടെയൊക്കെ കൂടിക്കോ മക്കളെ. അപ്പോൾ നമുക്ക് എക്സാം അടിച്ചു പൊളിക്കാം. അപ്പോൾ എല്ലാ എൻ്റെ മക്കൾക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.